ഇന്ത്യൻ മീഡിയ കഴിഞ്ഞ ദിവസം വെബ്സൈറ്റുകളിലും അതേപോലെ തന്നെ പ്രിന്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും യൂട്യൂബേഴ്സും പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ആഘോഷിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ 4 പ്രാവശ്യം ഫോൺ ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ എടുത്തില്ല. ഇതൊരു ജർമ്മൻ പത്രത്തിലാണ് ഇത് വരുന്നത്. അതിനുശേഷം അത് ഇന്ത്യൻ മീഡിയ ആ ന്യൂസ് പിക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ഉറപ്പായിട്ടും ഇത് ഇന്ത്യയിൽ നിന്ന് ലീക്കായി പോയതാണ്. അങ്ങനെ ഡെലിബറേറ്റ് ലീക്കിൽ കൂടെ ഉണ്ടായത്. എനിക്കും ആവേശമുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോൺ എടുക്കുന്നില്ല. കാരണം ഒരു പ്രൈഡ് ടു ബി ഇന്ത്യൻ എന്നുള്ള ആ രീതിയിൽ അംഗീകരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു ഇതിനെപ്പറ്റി ഒന്ന് ഒരു വീഡിയോയിൽ പറയണം, എന്താണ് ഈ സംഭവം, എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് മാത്രമല്ല സംസാരിക്കുന്നത്, അയാൾ കാലേ പിടിക്കും. സത്യമായതൊക്കെ അയാൾ ഹമാസിന്റെ കാലേ പിടിക്കും, സംസാരിക്കും, ഫോൺ ചെയ്യും. അവിടുന്ന് ആൾക്കാരെ പറഞ്ഞു വിടും ഹമാസുമായിട്ട് സംസാരിക്കാൻ. എന്നിട്ട് അപ്പുറത്തൂടെ ബോംബും ചെയ്യും. ഇറാനോട് നിങ്ങൾ നോക്ക്, ഇറാൻ ഇസ്രായേൽ വാറുമായിട്ട് ഇറാനുമായിട്ട് സ്റ്റീഫൻ വിറ്റ്കോഫ് 6ാമത്തെ റൗണ്ട് ടോക്സ് നടക്കുകയാണ്, സംസാരം ഡയലോഗ് നടക്കുകയാണ്. അമേരിക്ക അത് കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുക്കുന്നു സൗദി രാജാവിൻ്റെ അനിയന്, അതായത് മുഹമ്മദ് ബിൻ സൽമാൻ്റെ അനിയനോ ജ്യേഷ്ഠനോ ലെറ്റർ കൊടുക്കുന്നു. ഇത് ഇറാനിൽ കൊണ്ടുപോയി അയത്തുള്ള ഖൊമേനിക്ക് കൊടുക്കാൻ. അപ്പൊ ഇറാനിലെ പത്രങ്ങളൊക്കെ ഇതിന്റെ സംഭവമായിട്ട് അത് അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ അയത്തുള്ള ഖൊമേനിയുടെ കാലെ പിടിക്കാനോ. പിന്നീട് കണ്ട 6ാമത്തെ റൗണ്ട് ഡയലോഗ് നടക്കുന്നതിന് മുമ്പ് കൊണ്ട് ബോംബ് കിട്ടുക. ഇതാണ് സംഭവം. അമേരിക്കയുടെ ഡിപ്ലോമസി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ 15 പ്രാവശ്യം വിളിക്കും. അമേരിക്കയുടെ ഞാൻ പ്രസിഡന്റ് വന്ന് കണ്ടെത്തിരിക്കും. അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി ആദ്യം നിങ്ങൾ പഠിക്കുക ശരിക്കും. അവർക്ക് വേണ്ടിടത്ത് അവർ ആരുടെയും കാലേ പിടിക്കും, അവരെല്ലാം ചെയ്യും. എന്നിട്ട് അവരുടെ കാര്യം അവർ നടത്തിയെടുക്കും. ഇതൊന്നും വലിയ അമേരിക്കൻ ഡിപ്ലോമസിയെ മൈക്രോ ലെൻസ് വെച്ച് പഠിച്ചാൽ മാത്രമേ പിടികിട്ടൂ ഇവരാരാണ്. ഇതവർ ലോകത്തെല്ലാ രാജ്യങ്ങളോടും ചെയ്യുന്നതാ. താലിബാനോട് ഡിസ്കഷൻ, ഡയലോഗ് ചെയ്ത്, ഫോൺ ചെയ്ത്, സംസാരിച്ച് അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് എന്തിനാ ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഖത്തറിൽ വരുന്നത്? എന്തിനവിടെ ബേസ് ഉണ്ടാക്കിയത്? വെനീസിൽ, ഈ പറയുന്ന ക്യൂബ, ഇവരുമായിട്ടൊക്കെ ഡയലോഗും ഡിസ്കഷനും ഒക്കെ ഉണ്ട്. ഇന്നലെ വരെ ടെറർ രാജ്യമായിരുന്നു പറഞ്ഞ പാകിസ്ഥാൻ്റെ അതിൻ്റെ ആർമിയുടെ ചീഫിനെ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ വിളിച്ചിരുത്തി. ഞാൻ ഈ വൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ഒരു സെനറ്റർ, അവിടെ ജോലി ചെയ്യുന്ന പഴയ KSUവിൻ്റെ ഒരു പ്രസിഡന്റുണ്ട്, ജെ ജോസഫ്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ അമേരിക്കൻ വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഹൈറ്റി ഹെഡാണ്. അവരാണ് പാസ് ഒപ്പിച്ചത്. കാരണം അവിടെ ജോലി ചെയ്യുന്നവരും സെനറ്റോ കോൺഗ്രസ് മെമ്പേഴ്സ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ വൈറ്റ് ഹൗസ് കാണാൻ പറ്റുകയുള്ളൂ. ഒരു കാരണം വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി പ്രത്യേകതയുള്ള, കാരണം ഇന്ത്യൻ പാർലമെന്റ് ഹൗസ്, ഇന്ത്യൻ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്ന പോലെ അതിന് ഒത്തിരി പ്രത്യേകതയുണ്ട് വൈറ്റ് ഹൗസ്. കാരണം ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണത്. നിങ്ങളത് തർക്കിച്ചാലും ഇല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ സത്യം. അപ്പൊ ഇതൊക്കെ അമേരിക്കയുടെ പരിപാടികളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തലയെ കൈവച്ചു പോവും. അവർ ഈ ലോകം മുഴുവനും ബേസ് ഇട്ടേക്കുന്ന എന്ത് ഉന്നതിന് വേണ്ടിയാണ്? എന്നിട്ട് ആ ബേസ് വിട്ടിട്ട് അവരുടെ ഒക്കെ പണവും മേടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ആർമി ചീഫിനെ അവിടെ ഇരുത്തി ലഞ്ച് കൊടുത്ത് റെഡ് കാർപ്പറ്റ് വെൽക്കം ചെയ്തിട്ട് അതിനുശേഷം 2ാമത്തെ വിസിറ്റില് ഫ്ലോറിഡയില് സെൻട്രൽ കമാൻഡന്റ് മൈക്കിൾ കുരിൽ അയാളുടെ സെൻഡ് ഓഫില് പാകിസ്ഥാൻ ആർമി ചീഫിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു ഇന്ത്യക്കെതിരെ. നിങ്ങളിത് വിജയിക്കുന്നത് വെറുതെ സംഭവമുണ്ട്. അത് ഡിപ്ലോമസിയാണ് അവർ ചെയ്യുന്നത്. അതാണ് പറയുന്നത്, നിങ്ങൾ അമേരിക്കയെ പഠിക്കുക. ഈ രാജ്യത്തെ പഠിച്ചു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ
എന്തുവാണ് ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ പ്രാധാന്യം? ഇവരിങ്ങനെ ഗെയിം കളിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കണം. യൂറോപ്യൻ രാജ്യങ്ങൾ മോശമൊന്നുമല്ല, സമ്പത്തായിട്ടുള്ള രാജ്യങ്ങളാണ്. ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്, ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലെ ഏത് രാജ്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാത്തത്? ബ്രിട്ടൻ കൊടുത്തില്ലേ? ഫ്രാൻസ് കൊടുത്തില്ലേ? ജർമ്മനി കൊടുത്തില്ലേ? ഇറ്റലി കൊടുത്തില്ലേ? സ്പെയിൻ കൊടുത്തില്ലേ? ഏത് രാജ്യമാണ് കൊടുക്കാത്തത്? അവർ പറഞ്ഞു അവർ നടക്കത്തില്ല, അത് അമേരിക്കൻ പ്രസിഡന്റ് പറയാൻ തള്ളിക്കളയും, അവർ വേറെ ട്രേഡ് നടത്താൻ പോവുകയാണ്, വാടയാണ് കോടയാണ്. ഇതെല്ലാം ഇന്ത്യയെ പോലെ അല്ല, ഡെവലപ്പിംഗ് നേഷൻ അല്ല, ഡെവലപ്ഡ് നേഷനാണ് വെസ്റ്റേൺ കൺട്രീസ്. അവസാനം ചെന്ന് അമേരിക്കയുടെ കാലെ പിടിച്ചു. നിങ്ങളത് മനസ്സിലാക്കുക. ഇത് ചെറിയ ഗെയിമല്ല അമേരിക്ക കളിക്കുന്നത് ഇന്ത്യയോട്, വലിയ ഗെയിമാണ് കളിക്കുന്നത്. ഇത്രയും നാളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഇത്രയും നാളും ഇന്ത്യൻ പത്രങ്ങൾ ഈ അമേരിക്കൻ 50% ടാരിഫ് വലിയ സീരിയസ് ആയിട്ട് എടുക്കാവുന്നതിൻ്റെ കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഷർ. കാരണം ഇന്ത്യയിൽ ബിസിനസ്സുകാരെയും സാധാരണക്കാരെയും പാനിക്കാക്കരുത്. റിയാലിറ്റിയോ പക്ഷേ ആസ് എ ജേർണലിസ്റ്റ് ഞാനിത് ഡേ 1 ഓൺവേർഡ്സ് പറയുന്നുണ്ട്. ഈ ടാരിഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെടിതീർക്കും. കാരണം ഞാനിത് സ്റ്റഡി ചെയ്ത് കാരണം നോക്കി, ഡീപ്പായിട്ടൊന്ന് പഠിച്ചു നോക്കി. കാരണം ഇത് ചെറിയ ഗെയിം അല്ല, ഇത് ഇന്ത്യയെ ബാധിക്കും. അപ്പം ഞാനിത് പറയാൻ കാരണം, ചില യൂട്യൂബേഴ്സ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും മിസൈൽ വിടുന്നു, അവിടെ ചെന്ന് പതിക്കുന്നു, വൈറ്റ് ഹൗസിൽ അമേരിക്കയിൽ പോയി പതിക്കുന്നു. ഇപ്പോൾ ട്രംപ് പേടിച്ചു. ഈ ട്രംപ് പേടിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. അവന്റെ മാക്സിമം ഗെയിം അവൻ കളിക്കും. അവസാനം അവൻ കൊണ്ട് സറണ്ടർ ചെയ്യിപ്പിക്കാൻ ചെയ്യുന്ന പരിപാടിയാണിത്. ഇത്രയും പറഞ്ഞിട്ട് പുട്ടിനുമായിട്ട് ലോഹ്യമായിരുന്നു, ബഹളമുണ്ടായി. അവസാനം പുട്ടിനെ കൊണ്ട് അലാസ്കയെ കൊണ്ടുവന്ന് അയാൾ ചർച്ച നടത്തിയോ ഇല്ലയോ? അപ്പൊ ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? നമ്മൾ ആരെങ്കിലും വിചാരിച്ചു പുടിൻ അമേരിക്കൻ മണ്ണിൽ വന്നിട്ട് ഉക്രൈൻ റഷ്യ വാറുമായിട്ട് ഡിസ്കഷൻ നടത്തുമെന്ന്? വിചാരിച്ചില്ല. ഇതാണ് അമേരിക്കൻ ഡിപ്ലോമസി. അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതൊക്കെ നമ്മളിത് പഠിക്കാൻ ഒത്തിരി സമയമെടുക്കും. കാരണം അവരെത്രയോ വർഷം കൊണ്ട് ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഈ ഡിപ്ലോമസി കൊണ്ടാണ്. അമേരിക്കയുടെ ധാരണ ലോകത്ത് എവിടെയെങ്കിലും പോയി ബോംബിടുന്നത് അമേരിക്ക ആയിരിക്കണം, ലോകത്താരും ബോംബിടാൻ പറ്റില്ല. ഇതാണ് അവൻ്റെ. അപ്പൊ ഇന്ത്യ കൊണ്ട് ബോംബിട്ടതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് പാകിസ്ഥാൻ ആർമി ചീഫിനെ അതൊക്കെ വിളിച്ചു വരുത്തി 7 ഫ്ലൈറ്റ് പോയി, അത് പോയി, ഇത് പോയി എന്ന് അടിച്ചു വിടുന്നത്. ഒരു കാര്യം പറയാം, ഇപ്പൊ ഇന്ത്യയുടെ മീഡിയയും ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നതും എന്തുകൊണ്ടാണ് ഈ ഗ്ലോബൽ മീഡിയക്കകത്ത് പ്രാധാന്യമില്ലാത്തത്? നോക്കെ, ടാരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു ഗ്ലോബൽ മീഡിയ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യക്കാർ, ബിസിനസ്സുകാരെ, ഇവിടെയുള്ള സാധാരണക്കാരന് ജോലി പോകും. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJP അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്താ കാരണം? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ വൃത്തികെട്ട ഇന്റർനാഷണൽ മീഡിയയോടുള്ള നയം. അതോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. 2 ദിവസം മുമ്പ് അമേരിക്കൻ ലോബിയിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്, പാത്ത്ഫൈൻഡർ. എന്തിനാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോയിട്ട് പുതിയ സൈൻ ചെയ്തവരുമായിട്ട് അമേരിക്കൻ പൊളിറ്റീഷ്യൻസിനെ ലോബിങ് ചെയ്യാൻ വേണ്ടി? എന്താ കാര്യം? എന്താ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം, അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ ചൈനയോടോ റഷ്യയോടൊക്കെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതെ ഗ്ലോബലായിട്ട് ഇന്ത്യയെ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഞാൻ 100% പറയാം. നിങ്ങൾ എത്രമാത്രം അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അത് ഗുണിക്കുന്നു, ഇത് ഗുണിക്കുന്നു. കാരണം ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഇത് കുറച്ച് മുമ്പ് ഒരു 10-25 വർഷം മുമ്പ് നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. അതായത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ആനയെ കൊണ്ട് എരുത്തിലേക്ക് കെട്ടാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ എലിഫൻ്റാണ് ഈ സംഭവം, ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഇതിനെ പോയി ഇത് മെലിഞ്ഞ് ഒരു തൊഴുത്തിലെങ്ങനെ കൊണ്ടുപോയി കെട്ടും? സിമ്പിളായി ഇത് ആലോചിച്ചാൽ
എന്താണ് ഇന്ത്യൻ പത്രങ്ങൾ, ഇന്ത്യൻ മീഡിയ പെട്ടെന്ന് പാനിക്കായത് അവർക്ക് പിടികിട്ടി. അതായത് ജനങ്ങൾ മുഴുവനും, കാരണം ഈ ബിസിനസ്സുകാരും ജോലിക്ക് ഇത്രയും ജോലി ഇത് 1.5 വർഷം കൊണ്ട് ഈ പല പത്രങ്ങളും പറഞ്ഞ അനുസരിച്ച്, എൻ്റെ അനുമാനമല്ല, അവർ പറയുന്ന ഏകദേശം 2, 3, 4 കോടി ജോലി അങ്ങ് പോവുക ഒറ്റയടിക്ക്. തിരുപ്പൂരിലും സൂററ്റിലുമുള്ള ഗാർമെന്റ് ഫാക്ടറികളൊക്കെ ലോക്ക് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു, ലേ ഓഫ് ആയി. അപ്പൊ ഈ വീരവാദം അടിച്ച ഇവരൊക്കെ എന്തോ ഇനി പറയാനുള്ളത്? അമേരിക്കക്ക് എന്ത് കുന്തമാണ് നഷ്ടപ്പെടുന്നത്? കേരളത്തിൽ നയിക്കുന്ന ചക്കയും മാങ്ങയും അതേപോലെ തേങ്ങയും, ഇവിടെ നയിക്കുന്ന മത്തിയും അയലയും നെയ്മീനും അമേരിക്കയിലുള്ള മലയാളിക്ക് കിട്ടത്തില്ല. അതാണ് മലയാളിക്ക് അവിടെ ഉള്ള പ്രശ്നം. കാരണം ഭയങ്കര വിലയാവും. സിമ്പിളായത്. അപ്പൊ അവനെന്ത് ചെയ്യും? മലയാളി എന്ത് ചെയ്യും? നേരെ അമേരിക്കൻ സാധനങ്ങൾ മേടിച്ച്, അതില്ലെങ്കിലും മെക്സിക്കോ ഇതൊക്കെ വരുന്ന സാധനം മേടിച്ച് അവർക്ക് സാറ്റിസ്ഫൈഡാണ്. അതായത് ഓണം വരുന്നത് ചിപ്സ്, ഇതൊക്കെ ഇന്ത്യൻ ഷോപ്സ് ഉണ്ട് അമേരിക്കയിൽ. അവിടെയൊക്കെ ഇന്ത്യൻ സാധനങ്ങൾ ഒത്തിരി, ശരിക്കും ഇന്ത്യൻ ഷോപ്സ് ഉണ്ട് അവിടെ. ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ പലയിടത്തും ഉണ്ട് ഇന്ത്യൻ ഷോപ്സ് ഉണ്ട്. ഞാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള സുഹൃത്ത് ഈ കണക്റ്റിക്കറ്റിലുള്ള മനോജ് ജേക്കബുമായിട്ട്, അവർ റൈറ്റർ, അവരുടെ ഗവൺമെൻറ് സർവീസിൽ. അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം പോയി, കഴിഞ്ഞ പ്രാവശ്യം പോയി അവരവിടെ വിളിച്ചപ്പം അപ്പോൾ ഇന്ത്യൻ ഷോപ്പിൽ പോയി. അവിടെ ജോലിക്കാരുണ്ട്, അതും നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയത്തില്ല മലയാളി കമ്മ്യൂണിറ്റി ഇന്ത്യൻ അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത്, അവരുടെ ഷോപ്പുണ്ട്, അവിടെയുള്ള അമ്പലങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെ ഇന്ത്യൻ സാധനം വരുന്നു. അതിന് 50% വരുമ്പോൾ അത്രയും കൂട്ടി, അതിനേക്കാളും കുറച്ച് കൊടുക്കാൻ ആൾക്കാരുണ്ട്. അവരെങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. ഗ്രാജുവലായിട്ട് അമേരിക്കൻ മാർക്കറ്റ് ഇല്ലാതാകുമ്പോൾ അൾട്ടിമേറ്റ് അടി ആർക്കാ കിട്ടുന്നത്? അമേരിക്കയ്ക്ക് എന്ത് കുന്തമാണ് ഉള്ളത്? നിങ്ങൾ പറയാം. ഇതേ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കാനും, അതായത് ഈ ഗാർമെന്റ്സ് ആണെങ്കിലും ഈ പറയുന്ന മറ്റുള്ള സാധനങ്ങൾ കൊടുക്കാൻ മറ്റുള്ള രാജ്യങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. ഇപ്പം വേറൊരു യൂട്യൂബർ എന്നോട് അയാളുടെ ഒരു വീഡിയോ വേണ്ടി എഴുതിയപ്പോഴേ, ഈ ഇന്ത്യയാണ് ഫാർമ സെക്ടറിൽ ഏകദേശം 40% അമേരിക്കയുടെ ജനറിക് മെഡിസിൻസ് ഇന്ത്യൻ ഫാർമ സെക്ടർ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ് പോകുന്നത്. കറക്റ്റാ, വലിയ രീതിയിൽ ഇന്ത്യയിൽ ജോലിയും കിട്ടുന്നുണ്ട്. അമേരിക്ക അതിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുക, ഫോൺ കൂടാണ് ചോദിച്ച്, എന്തുകൊണ്ട് ഇന്ത്യക്ക് അതങ്ങ് നിർത്തിക്കൂടാ? ഇന്ത്യക്ക് നിർത്താം, കുഴപ്പമൊന്നുമില്ല. ഇന്ത്യ നിർത്തുന്ന ആ സമയത്ത് ഈ പോർട്ടറിക്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ഇന്ത്യൻ കമ്പനിയോട് ഓൾറെഡി തന്നെ പറഞ്ഞ് അങ്ങോട്ട് പോയിക്കോളാൻ. കാരണം അവിടെ 10% ടാരിഫ്. ഗ്രാജുവലി അതിനെതിരെയും ഈ പറയുന്ന ഈ ടാരിഫ് കയറി വരും. ഇത് കട്ടയും പണവും മടക്കുന്ന ഇന്ത്യയാണ്. നിങ്ങൾ തമാശയല്ലേ ഇത്? നമ്മൾ ഈ ഇന്ത്യയിൽ ഇത്രയും ജനസംഖ്യ, ഇത്രയും പേര് ജോലി ചെയ്ത് ഹാൻഡ് ടു മൗത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. അവരെ നമ്മൾ പറയും മിഡിൽ ക്ലാസ് എന്ന് പറയും. നിങ്ങൾ അപ്പർ മിഡിൽ ക്ലാസ് ഈസ് ഫൈൻ. ഇപ്പം ഞാൻ ഈ ഡൽഹി ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ചൈനീസും അതും ഇതും ഒക്കെ. ഈ അമേരിക്കൻ ടാരിഫിൻ്റെ ഷോക്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ ആളുകൾ വരുന്നില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയി. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഗെയിം കളിക്കുന്നവരുണ്ട്, ബിസിനസ് നോക്കുന്നവരുണ്ട്, മറ്റു പലതും ഇവർക്ക് ഭയമായി സ്പെൻഡ് ചെയ്യാൻ. ഒരാൾക്ക്, ഒരു കമ്മ്യൂണിറ്റിക്ക് സ്പെൻഡ് ചെയ്യാൻ ഭയമാണെങ്കിൽ എക്കോണമി മൂവ് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇന്ത്യൻ മാർക്കറ്റിൽ എവിടെയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്? എവിടെ കൊണ്ട് കൊടുക്കും? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ടോപ്പിക്, ഇന്ത്യയിൽ പൈസ ഉള്ളവർ, അമേരിക്കൻ വിസയൊക്കെ ഉള്ളവർ, അവിടെ ബന്ധുക്കളുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്തുന്ന ഇന്ത്യനല്ല, ഇവർ അമേരിക്ക പോയാൽ ഷോപ്പിംഗ് നടത്തുന്നത്. എൻ്റെ കാര്യം എന്താ നിങ്ങൾക്കറിയാം? അമേരിക്കയിൽ ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നുണ്ടാക്കാൻ കൊണ്ടുപോകുന്ന വസ്ത്രങ്ങളാണെങ്കിലും, ലോകത്തുനിന്ന് വരുന്ന പല ഗാർമെൻറ്റ്സ് ആണെങ്കിലും, കോസ്റ്റ്യൂംസ് ആണെങ്കിലും, ഇതിന് ഇന്ത്യയുമായിട്ട് ഒരു പ്രോഡക്റ്റിന് 300-400 രൂപ ഇന്ത്യൻ കറൻസി, അല്ലെങ്കിൽ 800-1000 രൂപയുടെ വ്യത്യാസമാണ്. അവിടെ വില കുറവ്, ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. അപ്പോൾ ഈ ഫ്ലൈറ്റ് വരാൻ നേരത്ത് 20+20 അവർക്ക് 40 കിലോ പല ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇവർക്ക് കയറി വരാം.
നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 40 കിലോ എന്ന് പറയുന്നത് ഇവിടുന്ന് കാലിയായിട്ട് പോയാൽ പെട്ടിക്കകത്ത് സാധനങ്ങളൊക്കെ മേടിക്കുക. അവരുടെ 1 വർഷം 2 വർഷത്തെ ഗാർമെൻറ്റ്സ് സാധനം അവിടുന്ന് മേടിച്ചുകൊണ്ട് വരുന്ന എത്രയോ ഇന്ത്യൻസിനെ എനിക്കറിയാം. ഞാൻ തന്നെ അവിടെ പോയാൽ മേടിക്കുന്ന പലത്. കാരണം ഇവിടെ വില കൂടുതൽ. ഇവിടെ എന്നിട്ടും മാക്സിമം ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്യും. എന്തുകൊണ്ട് ഇന്ത്യക്കത് ഇന്ത്യക്കാരനുണ്ടാക്കുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഈ സാധനം ഇന്ത്യയുടെ ഒരു ഷോറൂമിൽ പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല ഒരു സാധാരണക്കാരന്. ഇവിടെ കൊല വിളിക്കുന്ന ടാക്സും മണ്ണാങ്കട്ടിയും കോപ്പും എല്ലാം കൂടെ അടിച്ചവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക. ആ സാധനം ഇന്ത്യയിലെങ്കിൽ വില കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അമേരിക്കയിൽ കൊടുക്കുന്ന ആ വില ഇന്ത്യയിൽ കൊടുക്കുക. ഇവിടുന്ന് ഉണ്ടാക്കി ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് ട്രാൻസ്പോർട്ടേഷനും അവിടുത്തെ ലാഭവും അവൻ്റെ 10% ടാക്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, ഞാൻ ഈ 50% ടാക്സിന് മുമ്പ് ഈ ടാരിഫിന് മുമ്പാണ് പറയുന്നത്, എന്നാലും അത് വയബിളാണ്, അത് ചീപ്പാണ്. ഇന്ത്യയിലാണെങ്കിൽ ഒടുക്കലത്തെ വില. ആരെയും ഇതിനെപ്പറ്റി എത്രയോ പ്രാവശ്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പല ബജറ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ വ്യത്യാസം വരുന്നത്? ഇനി ഞാൻ ഈ പറയുന്ന മറ്റൊരു ടോപ്പിക്കിലൂടെ നമുക്ക് പോകാം. അതായത് ഞാനൊരു കാര്യം പറയാം. ഈ ടാരിഫ് എന്ന് പറയുന്നത് അമേരിക്ക തന്നിരിക്കുന്ന അടിയുണ്ടല്ലോ, തലയുടെ മണ്ടയ്ക്ക് അടിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യൻ പത്രങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ തുടങ്ങി. ഇതിൽ ഊരി വരാൻ പാടാണ്. അതായത് ഇന്ത്യൻ എക്കോണമിയുടെ കഴിഞ്ഞ ക്വാർട്ടർ ഭയങ്കര സ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്, പുറകോട്ട് പോയി. അതായത് ഗ്രോത്ത് കാണിക്കുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? കാരണം ആൾക്കാർ പാനിക്കായി. തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതിന് മുമ്പ് പാനിക്കായി. അതായത് നമ്മൾ ഈ പറയുന്ന പെട്രോളിൻ്റെ യൂസേജ് ആണെങ്കിലും റോഡിൻ്റെ യൂസേജ് ആണെങ്കിലും ടോളിൻ്റെ യൂസേജ് ആണെങ്കിലും, അതായത് എക്കോണമി ഗ്രോ ചെയ്യുന്ന പല യൂസേജുകളുണ്ട്. കാറിൻ്റെ സെയിൽസ് ആണെങ്കിലും 5 വർഷത്തെ ഏറ്റവും മോശമായ രീതിയിലാണ് കാറിൻ്റെ സെയിൽസ് നടക്കുന്നത്. അതായത് ഇന്ത്യൻ എക്കോണമി സ്ലോ ആകാൻ തുടങ്ങി. സിമ്പിളായത്. അതാ പറഞ്ഞത്, ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ടാരിഫ്. ഇപ്പോഴേ ഇതിൻ്റെ പേടിയിൽ സ്ലോ ആകും. കാരണം ഇതിൻ്റെ പ്രധാന ഒരു കാരണം വെച്ചാൽ അതിനേക്കാൾ ഉപരി ചൈന അമേരിക്ക ട്രേഡുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ ടെൻഷനാണ് ഇതിൻ്റെ കാരണം. അത് ഗ്ലോബൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ലോകത്തെല്ലായിടത്തും ടെൻഷൻ ഉണ്ടാകും. ആൾക്കാരുടെ ഫ്ലൈറ്റിൻ്റെ യാത്ര കുറഞ്ഞു, ആൾക്കാർ ഫ്ലൈങ് ചെയ്യുന്നില്ല, യാത്ര ചെയ്യുന്നില്ല, എക്കോണമി എല്ലായിടത്തും കയറി ബാധിക്കും. ഹോട്ടലുകളുടെ ബുക്കിംഗ് നടക്കുന്നില്ല, അതായത് ആൾക്കാർ ബിസിനസ് ആവശ്യത്തിന് വന്ന് ബുക്കിങ്ങും പരിപാടിയും നടക്കുന്നില്ല. റെസ്റ്റോറൻറ്റുകളിൽ, കാരണം ഇത് GSTയുടെ കണക്കെടുക്കുമല്ലോ, അത് അവിടെ വന്ന് കഴിക്കുന്നവരുടെ ആഹാരത്തിൻ്റെ ആഹാരം, അതായത് വൈകുന്നേരം പല സമയത്ത് ഓർഡർ ചെയ്ത് ആഹാരം കഴിക്കുന്നു, അത് കുറവുണ്ടാകുന്നു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓർഡർ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നു. എക്കോണമി ഇതെല്ലാം മാറ്റർ ചെയ്യും. അത് പാനിക് സിറ്റുവേഷൻ ഉണ്ടായി അതിനു മുമ്പ്, അപ്പം പതുക്കെ സ്ലോ ആയി. അപ്പം ഇതും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകേണ്ട സ്ഥിതി നിങ്ങൾക്കറിയാം എന്താണ്? സോ വേസ്റ്റ് ആൻഡ് വേസ്റ്റ് കണ്ടീഷനിലോട്ട് പോകും. ഇതാണ് ഉണ്ടാകുന്നത്. കാരണം ജോലിയില്ലാതാവും, എക്കോണമി വളരെ മൂവ് ചെയ്യാൻ പാടുപെടും. പല തലങ്ങളിലും പല രീതിയിലും ആൾക്കാരിൽ പണമില്ല. അതായത് വൈബ്രൻ്റ് എക്കോണമിയുടെ സ്ഥിതിയാണ് ഞാനിത് പറയുന്നത്. പല ആൾക്കാരും പറഞ്ഞു കോവിഡൊന്നും അല്ല, കോവിഡിൻ്റെ ഒക്കെ 1000 ഇരട്ടി പ്രഹരമാണിത് കിട്ടാൻ പോകുന്നത്. കോവിഡ് നമുക്ക് ഹോപ്പുണ്ടല്ലോ. കോവിഡ് കഴിഞ്ഞ സംഭവം എല്ലാം ശരിയാവും, നമ്മൾ തിരിച്ചു വന്നു ഇന്ത്യ. അപ്പം ആ സമയത്ത് ഈ ടാരിഫ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇന്ത്യ തിരിച്ചു വന്നു, നമ്മൾ പല പാക്കേജിങ് കൊടുത്തു. ഇനി വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് ഇപ്പോൾ പ്യുണിറ്റീവ്, അതായത് പണിഷബിൾ ടാരിഫ് എന്ന് പറയുന്നത് ഈ 25% റഷ്യൻ ക്രൂഡ് മേടിച്ചിട്ടാണ്. ഗ്രേറ്റ്. അതായത് റഷ്യ ഉക്രൈൻ വാറിന് മുമ്പ്, അതായത് നമ്മൾ 2% റഷ്യൻ ക്രൂഡും LNG ഒക്കെ വാങ്ങും. 2% ഉള്ളൂ. ബാക്കി നമ്മൾ മിഡിൽ ഈസ്റ്റ്, ഏഷ്യ, ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, മറ്റുള്ള ഭാഗത്തും ഒക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ ഏകദേശം ഇപ്പോൾ 36-37% ഏകദേശം അത്രമാത്രം ക്രൂഡ് ഇപ്പം നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട്. ചോദ്യം പ്രസക്തമാണ് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചത്. ഈ ക്രൂഡ് വാങ്ങിയിട്ട്
നമ്മളിത് പോളിഷ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളും, അതായത് ഇതിനകത്ത് ഇന്ത്യയുടെ, അതായത് നമ്മുടെ നാഷണൽ പെട്രോളിയം കമ്പനി, അതായത് ഭാരത് പെട്രോളിയം ആണെങ്കിൽ ഇന്ത്യൻ ഓയിലും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് യാതൊരു റോളും ഇല്ല. കാരണം അവർ ലോങ് ടൈം കരാറ് വെച്ചിരിക്കുകയാണ് ഈ അറബ് രാജ്യങ്ങളുമായിട്ട്. തമ്മിൽ നല്ല കുറച്ചിട്ടാണ് സൗദി ആണെങ്കിലും UAE ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും ഇവരൊക്കെ വന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ ലോങ് ടൈമാണ് കരാറ്. ഈ പ്രൈവറ്റ് റിഫൈനറിയാണ് ഇത് വാങ്ങിയിട്ട് അധിക വിലയ്ക്ക് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, പല രാജ്യങ്ങൾക്കും വലിയ എമൗണ്ടിൽ വലിയ ലാഭത്തിന് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിത് പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഇത്രയും കൂടി ഇവിടുന്ന് മേങ്ങി പ്രധാനപ്പെട്ട ചില ഫാമിലികൾ എഗ്രീഡ്. നമുക്കിതിനകത്ത് ₹1 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് കുറച്ച്. അപ്പം ഇതിൻ്റെ ലാഭം എവിടെ പോയെന്ന് നിങ്ങൾക്കറിയാം. ഈ പറയുന്ന 10-16 ഫാമിലിയിലാണ് കുടുംബത്തിന് പോയി. അതായത് ഇന്ത്യൻ മുതലാളിമാർക്ക് ഈ പണം പോയി. അതായത് മനസ്സിലാക്കുക, ഈ പണം ഇവർ വാങ്ങിയിട്ട് ഇത്രയും ബില്യൺസ് ആണ് അവർക്ക് ലാഭം. എന്നിട്ട് നിങ്ങൾ കേട്ടോ, ഈ കഴിഞ്ഞ 2, 3, 4 വർഷം കൊണ്ട് ഇവർ ഫർദർ എക്സ്പാൻഷനോ ഇൻവെസ്റ്റ്മെന്റോ ഈ പണം കൊണ്ട് ഇന്ത്യ നടത്തിയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്ത് ചോദിക്കുക. റിലയൻസ് ആണെങ്കിലും അഡാനി ആണെങ്കിലും മറ്റു പലരും അവരേതെങ്കിലും രീതിയിൽ എക്സ്പാൻഷൻ, അതായത് നായര ആണെങ്കിലും SR ആണെങ്കിലും പല ഫാമിലിയും ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ ഇന്ത്യയിൽ എക്സ്പാൻഷൻ നടത്തിയെന്ന്? ഇവരെന്താ ചെയ്തത്? ഈ പണം അവർ യൂറോപ്പിലും അമേരിക്കയിലും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ആരെയാണ് നരേന്ദ്രമോദിയും ഇന്ത്യ ഗവൺമെന്റ് ഫൂളാക്കിയത്? എന്നിട്ട് അമേരിക്കൻ ടാരിഫ് അടിച്ച് കയ്യിൽ തന്ന് ജോലിയും പോയി. അപ്പൊ അൾട്ടിമേറ്റ്ലി ആരാണ് വിഷമിക്കുന്നത്? ഇന്ത്യയിലെ പാവം പിടിച്ച് അവൻ്റെ മേളിൽ ഈ ടാരിഫുമായി ബന്ധപ്പെട്ട അഡീഷണൽ പാക്കേജ് ഈ ആൾക്കാർക്ക് ഈ പല രീതിയിൽ സഹായം ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി പെട്രോളത്തിന് മറ്റുള്ള സെസ്സുകളും നികുതിയും വരാൻ പോകും. ഞാനും നിങ്ങളും കൊടുക്കാൻ പോകും. ലാഭം ആർക്കാ കിട്ടിയത്? ആ കുടുംബത്തിന്. അവരെവിടെ കൊണ്ട് പണം നിക്ഷേപിച്ചു? ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് ഈ പണം എടുത്തിട്ട് ഡോളറിൽ കിട്ടി ഈ പണം അവർ കൺവേർട്ട് ചെയ്തിട്ട് അത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആരാണ് മണ്ടനായത്? ആലോചിക്കും. ഇപ്പൊ പുതിയ കണക്കുകളൊക്കെ വരികയാണ്. കാരണം ഇവർ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും അസറ്റുകൾ പൂർണ്ണമായിട്ടും മേടിച്ചിരിക്കുന്നത് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും. അപ്പൊ അൾട്ടിമേറ്റ്ലി ആരാണ് ഫുൾ? എൻ്റെ ജോലി പോയി, അതായത് ഇന്ത്യക്കാരൻ്റെ ജോലി പോയി. അമേരിക്കൻ ടാരിഫ് ക്രൂഡുമായിട്ട് അടിച്ച് കയ്യിൽ തന്നു. അഡീഷണൽ എൻ്റെ തലയിൽ സെസ്സും നികുതി അടിക്കാൻ പോവുക. ആരാണ് ബേസിക്കലി വിഡ്ഢിയായത്? എനിക്ക് നിങ്ങൾ അറിയത്തില്ല. എന്നെ ഈ കേൾക്കുന്ന സംഘപരിവാർ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും ഞാൻ. നിങ്ങൾ പറഞ്ഞ ആർക്കാണ് ഈ അടി കിട്ടിയത്? ഇത് തുറന്നങ്ങ് പറയാം, സത്യം അങ്ങ് പറയാം. ആരാണ് ഇതിൻ്റെ അകത്ത് പ്രയോജനം ഉണ്ടാക്കിയത്? ചോദ്യം സിമ്പിളാണ്. സിമ്പിളായിട്ട് ഉത്തരം എന്താ? വീണ്ടും ഇതിൻ്റെ അഡീഷണൽ സംഭവങ്ങൾ നമ്മുടെ തലയിൽ കയറാൻ പോവാണ്. ഇതാണ് ഗെയിം. സോ ഹൊറിബിൾ ഗെയിം. അൾട്ടിമേറ്റ് ആയിട്ട് സഫർ ചെയ്ത് ഇന്ത്യൻ ജനതയാണ് സഫർ ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയാണ് ഇപ്പം ഇത് മേടിച്ചത്? ഇതുപയോഗിച്ച് നമുക്ക് ₹1 പോലും 10 പൈസയുടെ പോലും കുറവ് തന്നില്ലേ? അവർ പണം ഉണ്ടാക്കി. അവസാനം അമേരിക്കൻ ടാരിഫ് എടുത്ത് അടിച്ച് കയ്യിൽ തന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് മുകളിൽ, ഇന്ത്യൻ കമ്പനികൾക്ക് മുകളിലും, ഇന്ത്യൻ കമ്പനിയുടെ മുകളിൽ സാങ്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് മുകളിലാണ്. ആർക്കാണ് നേട്ടം ഉണ്ടായത്? ഇതാണ് ഗെയിം. ഇത് മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ആർക്കു വേണ്ടിയാണ് വൃത്തികെട്ട ഗെയിം കളിച്ചത്? എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതായത് ഇത് വിറ്റ് അത് തിരിച്ചു കൊണ്ടുവന്ന് അതേ പണം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ അസറ്റ് വാങ്ങി അവിടെ അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ നടത്തി. ഇന്ത്യയിൽ ഒരു പുല്ല് നടത്തിയില്ല. നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നത്? ഇന്ത്യക്ക് വേണ്ടിയാണോ? ഈ പറഞ്ഞ മുതലാളിമാർക്ക് വേണ്ടിയാണോ? അൾട്ടിമേറ്റ് ചോദ്യമാണ്. അതിന് ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഗവൺമെന്റ് എങ്ങനെയാണ് ഈ പറഞ്ഞ ചോദ്യത്തോട് പ്രതികരിക്കേണ്ടത്?